പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനുള്ള ഒരു ശ്രമം ചൈനയും റഷ്യയും ചേർന്ന് തടഞ്ഞു, അല്ലെ തകർത്തു എന്ന് പറഞ്ഞാൽ ശരിയാവും? ശരിയാണ്. അതിനു മുമ്പ് നമുക്ക് പ്രേക്ഷകർ ഒരു വീഡിയോ കാണിക്കാം. വീഡിയോയിൽ നരേന്ദ്രമോദി പ്രസംഗിക്കുന്നു. कल रात ही मैं जापान और चीन की यात्रा करके वापस लौटा हूं। आप गया था इसकी ताली बजा रहे हो, आया हूं इसकी ताली बजा रहे हो। ഷാങ്ഹായ് ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷം ജപ്പാനിൽ പോയി തിരിച്ച് മോദി ഇന്ത്യയിലെത്തിയതിനു ശേഷം ഒരു സദസ്സിന് മുന്നിൽ മോദി പ്രസംഗിക്കുകയാണ്. മോദി പറയുന്നു, ഞാൻ ജപ്പാൻ ചൈന യാത്ര കഴിഞ്ഞിട്ട് ഇന്നലെയാണ് തിരിച്ചു വന്നത്. ഉടനെ വലിയ കൈയടി. ഉടനെ മോദി ചോദിക്കുന്നു, എന്തിനാണ് കൈയടിച്ചത്? ഞാൻ പോയതിനോ അതോ തിരിച്ചു വന്നതിനോ? ഞാൻ തിരിച്ചു വന്നതിന് കൈയടി എന്ന് പറഞ്ഞാൽ, തിരിച്ചു വന്നത് അഭിനന്ദനാർഹമാണ് എന്ന് പറയുമ്പോൾ തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത എന്തോ ഒരു സംഭവം നടന്നു എന്നൊരു സൂചന അതിനകത്തുണ്ട്, അല്ലേ? ദുരൂഹതയാണ്. പ്രധാനമന്ത്രി ചോദിക്കുകയാണ്, നിങ്ങൾ കൈയടിച്ചത് ഞാൻ പോയതിനാണോ അതോ തിരിച്ചു വന്നതിനാണോ? തിരിച്ചു വന്നത് വലിയൊരു വിജയമാണെങ്കിൽ കൈയടിക്കണം. ശരിയാണ്. ഷാങ്ഹായ് ഉച്ചകോടിക്ക് പോയിട്ട് നമുക്ക് പുടിനും ഷിയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ദൃഢമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി മൂലയ്ക്ക് ചുരുണ്ടുകൂടി നിൽക്കുന്നത് നമ്മൾ കണ്ടു, അല്ലേ? അപ്പോൾ അതിനുള്ള കൈയടി. പക്ഷേ അത് മാത്രമാണോ മോദി ഉദ്ദേശിച്ചത്? അല്ല എന്ന് സ്ഥാപിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഓഗസ്റ്റ് 31 മോദി ഷാങ്ഹായ് ഉച്ചകോടിക്ക് വേണ്ടിയിട്ട് പോയത്. അന്ന് തന്നെ ഢാക്കയിൽ നടന്നൊരു സംഭവം മലയാളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് നമ്മളാണ്. ടെറൻസ് ആർവൽ ജാക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ സൈന്യത്തിൻ്റെ പാരാട്രൂപ്പിൻ്റെ ഇൻസ്പെക്ടർ ജനറലായ അയാൾ ഢാക്കയിലെ വെസ്റ്റിൻ ഹോട്ടൽ മുറിയിലെ 808 നമ്പർ മുറിയിൽ, വെസ്റ്റിൻ ഹോട്ടലിലെ 808 നമ്പർ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. അയാളുടെ മൃതദേഹം ഓട്ടോപ്സി, ദേഹപരിശോധന പോലും നടത്താതെ ഢാക്ക പോലീസിനെ സമ്മതിക്കാതെ അമേരിക്ക വന്ന് സ്പെഷ്യൽ വിമാനത്തിൽ കൊണ്ടുപോയി. ദുരൂഹമായ മരണമാണ്. അതിൻ്റെ പിന്നിലുള്ളൊരു തിയറി എന്ന് പറയുന്നത്, മോദിയെ കൊല്ലാനുള്ള ഒരു ഗൂഢാലോചനയുടെ പദ്ധതിയുമായിട്ട് ടെറൻസ് ആർവൽ ജാക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ കമാൻഡോ സേനയുടെ ഇൻസ്പെക്ടർ ജനറൽ ഢാക്കയിൽ വന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്തപ്പോൾ അയാളെ അജ്ഞാതൻ കൊന്നു എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു വേർഷൻ. അത് മലയാളത്തിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ABC മലയാളമാണ്. ഓർക്കുന്നില്ലേ? നമ്മുടെ കൂടെ സംസാരിച്ചത്. അതിനുശേഷം ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നു. അവിടെ വെച്ച് ടിയാൻജിനിൽ വളരെ പെട്ടെന്ന് മോദി വരാൻ വേണ്ടി തൻ്റെ ഔറസ് കാറിൽ പുടിൻ കാത്തിരിക്കുന്നു. 10 മിനിറ്റ് കാത്തിരിക്കുന്നു. ഹോട്ടലിൽ കാത്തിരിക്കുന്നു. ഹോട്ടലിൻ്റെ പോർച്ചിലെ കാറ് നിർത്തിയിട്ട് പുടിൻ കാത്തിരിക്കുക, മോദി വരട്ടെ. മോദി വന്നപ്പോൾ പിടിച്ച് മോദിയെ കയറ്റി ആ വണ്ടിക്കകത്തിരുത്തി 45 മിനിറ്റ് അവർ അതിനകത്തിരുന്നു. സംസാരിച്ചോ എന്തൊക്കെയാലും ആവട്ടെ, സംസാരിച്ചു. വേറെ ആരും ഇല്ലായിരുന്നു, മോദിയും പുടിനും മാത്രം. 45 മിനിറ്റ്, 10 മിനിറ്റ്, ആകെ 55 മിനിറ്റ് മോദിക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തിയുള്ള രാജ്യത്തിൻ്റെ തലവൻ കാത്തിരുന്നു. 55 മിനിറ്റ് വഴിയിൽ, അല്ലേ? ഒരു ഹോട്ടലിൻ്റെ മുന്നിലെ കാർ പോർച്ചിൽ. സമയത്തിന് എത്രത്തോളം വിലയുള്ള എന്തിനായിരുന്നു? അപ്പോൾ പറഞ്ഞ് ഈ ഔറസ് കാറിനെ കുറിച്ച് കൂടെ പറയണം. ഔറസ് കാർ എന്ന് പറഞ്ഞാൽ മിസൈൽ ആക്രമണത്തെ ചെറുക്കാൻ ശേഷിയുള്ള റഷ്യൻ നിർമ്മിത കാറാണ്. ഈ ഔറസ് കാറിനകത്ത് റഷ്യൻ പ്രസിഡന്റ് ഇരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷയാണ് പുടിന് കിട്ടുന്നത്. അതിനകത്ത് മോഡിയോട് ഇരിക്കുമ്പോഴോ ആ സുരക്ഷാ കവചം മുഴുവൻ ആർക്കൂടെ കിട്ടുന്നു? മോഡിക്കൂടെ, ഇന്ത്യൻ പ്രധാന. അപ്പോൾ ആ 55 മിനിറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തൻ്റെ കാറിനുള്ളിൽ അതീവ സുരക്ഷയുടെ കവചമൊരുക്കി ചേർത്തു പിടിച്ചതാണോ പുടിൻ? ആ സമയത്ത് മോദിക്കെതിരെ ഒരു വധശ്രമത്തിനുള്ള നീക്കം എവിടെയോ നടക്കുന്നു എന്നുള്ള വിവരം കിട്ടിയതാണോ എന്നുള്ള ആശങ്കകൾ അന്ന് ഉയർന്നിരുന്നു. അപ്പം നമ്മളധികം കേട്ടിട്ടില്ല. FSB എന്ന് പറഞ്ഞാൽ നമ്മൾ മൊസാദ് എന്ന് കേട്ടിട്ടുണ്ട്, റോ എന്ന് കേട്ടിട്ടുണ്ട്, CI എന്ന് കേട്ടിട്ടുണ്ട്, FSB KGB എന്ന് കേട്ടിട്ടുണ്ട്, അല്ലേ? സോവിയറ്റ് യൂണിയൻ. പക്ഷേ ഇപ്പോൾ പഴയ KGBയുടെ ഓഫീസറായിരുന്നു വ്ളാദിമിർ പുടിൻ, റഷ്യൻ ചാരനായിരുന്നു. ഇപ്പോൾ റഷ്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ പേര് ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ഓഫ് ദ റഷ്യൻ ഫെഡറേഷൻ എന്നാണ്, FSB. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ, അധികം പേരൊന്നും പുറത്ത് കേൾക്കുന്നില്ലേ ഉള്ളൂ, വലിയ ഗ്ലാമറൊന്നും ഇല്ലേ ഉള്ളൂ, ഉഗ്രം വക്കീലാണെന്ന് പറയുന്ന പോലെ. FSBയുടെ പേരൊന്നുമില്ല, പക്ഷേ FSB അറിയാതെ ലോകത്തൊരു ഇലയും അനങ്ങുന്നില്ല. FSBയുടെ റിപ്പോർട്ടുകൾ നേരിട്ട് കിട്ടുന്ന പുടിൻ എന്തിനാണ് ഔറസ് കാറിൽ അന്ന് മോദിയെ 10 മിനിറ്റ് കാത്തുനിന്നു, 45 മിനിറ്റ് പിടിച്ചിരുത്തി? ഒന്നുകിൽ ചില രഹസ്യ വിവരങ്ങൾ കൈമാറാനായിരിക്കും, അല്ലെങ്കിൽ ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായിരിക്കാം. അപ്പോൾ FSB പോലെ തന്നെ അതിപ്രശസ്തമായ എന്നാൽ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയുണ്ട്, മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി, MSS എന്ന് പറയും.
അതിനെ ചൈനക്കാർ അവരുടെ ഭാഷയിൽ വിളിക്കുന്നത് ഗോജിയ അൻക്വാൻബു എന്നാണ്. ഗോജിയ അൻകാൻബു എന്ന് പറയുന്നത് ചൈനയുടെ CIA ആണ്, ചൈനയുടെ റോയാണ്, ചൈനയുടെ KGB ആണ്. ചൈനയുടെ ലോകത്തെമ്പാടും പ്രവർത്തിക്കുന്ന രഹസ്യാന്വേഷണ ഏജൻസിയാണ്, ചാരസംഘടനയാണ് ഗോജിയ അൻക്വാൻബു. ഇപ്പോൾ കിട്ടുന്നൊരു വിവരം ഗോജിയ അൻക്വാൻബുവും FSBയും കൂടെ ഒരു നിർണായകമായ ചില വിവരങ്ങൾ മോദിക്ക് കൈമാറിയിട്ട് പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ വലിയ അപകടം വരാനുണ്ട്. ആ അപകടം എന്താണെന്ന് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ആസിയാൻ ഉച്ചകോടി 47ാമത്തെ ആസിയാൻ ഉച്ചകോടി മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിൽ നടക്കണം ഒക്ടോബർ 26 മുതൽ 28 വരെ. ട്രംപ് വരുന്നുണ്ട്. ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി, 2 പ്രസ്താവന നടത്തി. ഒന്നാമത്തെ പ്രസ്താവന ഇതായിരുന്നു, മോദി ഇനി അധികകാലം ആ കസേരയിൽ ഉണ്ടാവില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം മോദി സ്ഥാനഭ്രഷ്ടനാവും. മറ്റൊരർത്ഥം എന്താ? ഇല്ലാതാകുന്നൊരർത്ഥം വരും. അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ടല്ലേ, അങ്ങനെ ഒരു അർത്ഥം കൂടി എടുക്കാം. മോദി ഇനി അധികകാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ 2 അർത്ഥങ്ങളുണ്ട്. ഓക്കെ, രണ്ടാമത്തെ അർത്ഥം നമ്മളെ സംബന്ധിച്ച് നമുക്ക് താങ്ങാനാവാത്ത ഒരർത്ഥമാണ്. ആ അർത്ഥം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഗോജിയ അൻക്വാൻബുവും FSBയും മോദിയോട് പറഞ്ഞു, ഇന്ത്യയോട് പറഞ്ഞു, റോയോട് പറഞ്ഞു, അജിത് ഡോവലിനോട് പറഞ്ഞു, മോദിയെ കോലാലംപൂരിലേക്ക് വിടരുത്, മീറ്റിംഗ് പങ്കെടുക്കരുത് എന്നതിൻ്റെ കൃത്യമായ കാരണങ്ങളും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളെ ധരിപ്പിച്ചു എന്നാണ്. അവിടെ മോദിക്കെതിരെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ്, ഒരു വധശ്രമം നടക്കും, അതിനുള്ള എല്ലാ കരുക്കളും നീങ്ങിയിട്ടുണ്ട് എന്ന് ചൈനയുടെയും റഷ്യയുടെയും ഏജൻസികൾ ഒരേപോലെ ഇന്ത്യക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. മോദി ഇപ്പോൾ പറഞ്ഞെന്താണ്, ഇപ്പോൾ മലേഷ്യയാണ് ആസിയാൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. മോദി പറഞ്ഞു, ഇന്ത്യ പറഞ്ഞു പോകുന്നില്ല, നരേന്ദ്രമോദി പോകുന്നില്ല. ട്രംപ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം അവിടെയാണ്, മോദി കോലാലംപൂരിൽ വരുന്നുണ്ട്, അവിടെ വെച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പുവെക്കും. ചർച്ച നടത്താതെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഒരു ചർച്ചയും നടക്കാതെ എങ്ങനെ വ്യാപാര കരാർ ഒപ്പുവെക്കും? കാരണം 2 രാഷ്ട്രത്തലവന്മാർ ഒരു കരാർ നടക്കണമെങ്കിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട വകുപ്പുകൾ, ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ തമ്മിൽ ഒരുപാട് ചർച്ച നടത്തി അതിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി റെഡിയാക്കി 2 പേരുടെയും അപ്രൂവൽ വാങ്ങിച്ചിട്ടാണ് കരാർ ഒപ്പുവെക്കുന്നത്. അല്ലാതെ കോലാലംപൂർ വരുമ്പോൾ മോദി ഒപ്പിട എന്ന് പറഞ്ഞാൽ, ട്രംപ് പറഞ്ഞാൽ മോദി ഒപ്പിടുവോ? ഇല്ല, ഒരു രാജ്യം ഒപ്പിടില്ല. പക്ഷേ ട്രംപ് അങ്ങനെ ഉദ്ദേശിച്ചോ? മോദി കോലാലംപൂരിൽ വരുന്നു, ഒപ്പിട്ടേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോവില്ല എന്ന് ട്രംപ്. അസംഭവ്യമാണ്, ഒരിക്കലും നടക്കും. പക്ഷെ അസംഭവ്യം എന്ന് പറയുന്ന സാധനമില്ല. രാഷ്ട്രീയത്തിൽ ഓപ്പറേഷൻസ് ആൻഡ് ന്യൂട്രലൈസേഷൻ മാത്രമേ ജിയോ പൊളിറ്റിക്സ് ഉള്ളൂ. ഓപ്പറേഷൻസ് നടത്തുക, ഇല്ലാതാക്കുക, ഇതേ ജിയോ പൊളിറ്റിക്സ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ ട്രംപ് അങ്ങനെയൊക്കെ ചെയ്യുമോ? ജിയോ പൊളിറ്റിക്സിൽ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം, ഓപ്പറേഷൻസും ന്യൂട്രലൈസേഷനും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് കോലാലംപൂരിൽ വരുമ്പോൾ മോദി ഒപ്പിടും ചർച്ചയില്ലാതെ? അപ്പോൾ അതും രണ്ടാമത്തെ, മോദി ഇനി അധികം കാലം പ്രധാനമന്ത്രി കസേരയിൽ ഉണ്ടായിരിക്കത്തില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റിനോട് കൂട്ടി വായിക്കണം. ഒപ്പിട്ടില്ലെങ്കിൽ ഇല്ലാതാക്കി പ്രധാനമന്ത്രിയായിട്ട് ഇനി മോദി ഉണ്ടാവില്ല എന്ന് ട്രംപ് ഉദ്ദേശിച്ചു. ഒരു ഭീഷണിയുടെ സ്വരമില്ല ആയിരിക്കാം. ട്രംപ് എല്ലാവരോടും ഭീഷണിയല്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് മോദി പറഞ്ഞിരിക്കുന്നു, ഇന്ത്യ പറഞ്ഞിരിക്കുന്നു, ആസിയാനിലേക്ക് മോദി പോകുന്നില്ല. പകരം മോദി വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കും. 27-ാം തീയതി, 26-നും 28-നുമാണ് പരിപാടിയെങ്കിൽ 27-ാം തീയതി ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി, പങ്കെടുക്കും. പ്രധാനമന്ത്രി പോകുന്നില്ല. പ്രധാനമന്ത്രി പോവാത്തതിന് കാരണം എന്താണ്? ഔദ്യോഗികമായിട്ട് പറഞ്ഞു, പ്രധാനമന്ത്രി ആസിയാൻ ഉച്ചകോടിക്ക് പോകാത്തതിൻ്റെ കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്താ? രാജ്യത്തൊരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് BJPയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ BJPയുടെ അധ്യക്ഷനുണ്ട്, നദ്ദയുണ്ട്. അപ്പോൾ മോദിക്ക് ആസിയാൻ കോൺഫറൻസിൽ ട്രംപ് പങ്കെടുക്കുന്ന യോഗത്തിൽ പോയിക്കൂടെ? അപ്പോൾ അതീവ ഗുരുതരമായ ചില സംഭവങ്ങൾ. കാരണം ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ, ഇന്ത്യ ഒരു വലിയ ശക്തിയായി മാറുന്നു, ലോകശക്തിയായി മാറുന്നു. ട്രംപിനെ പോലും കൂസുന്നില്ല, ട്രംപ് വിളിച്ച ഫോണും പോലും എടുക്കുന്നില്ല, ട്രംപ് പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഡോളറിനെതിരെയുള്ള വെല്ലുവിളി തുടരുന്നു. ബ്രിക്സിൻ്റെ നട്ടല് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയാണ്, മോദിയാണ്. അപ്പോൾ ഇനി ട്രംപിന്, അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ വലിയ പാടാണ്. ഇനി മലേഷ്യയെക്കുറിച്ച് പറയണം. മലേഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള രാജ്യമല്ല. ഒരു മാസം മുമ്പ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മലേഷ്യയിൽ പോയിരുന്നു. ലങ്കാവി ഐലൻഡിലൊക്കെ പോയി പുള്ളി സ്കൂട്ടറൊക്കെ ഓടിച്ച് നടക്കുന്നുണ്ട്. വെറുതെ പോയതാണോ രാഹുൽ ഗാന്ധി മലേഷ്യക്ക്? ഇപ്പോൾ ചൈന, റഷ്യ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു അവിടെ മോദിയെ അപായപ്പെടുത്താൻ ശ്രമമുണ്ട് എന്ന് ഇപ്പോൾ പറയുന്നു. അതിന് തൊട്ടൊരു മാസം, 30 ദിവസം തികയുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു.
അതിനു മുമ്പ് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ത്യയിൽ വന്നപ്പോൾ രഹസ്യമായി അദ്ദേഹത്തെ കാണാനുള്ള ഒരു കൂടിക്കാഴ്ച തരപ്പെടുത്തി അൻവർ ഇബ്രാഹിമുമായിട്ട് രാഹുൽ ഗാന്ധി അടച്ച മുറിയിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനയുടെ തലവൻ എന്ന് പറയുന്ന ഗുരു എന്ന് പറയുന്ന സക്കീർ നായിക്ക് മലേഷ്യയിലാണ്. മലേഷ്യയിൽ എല്ലാ തീവ്രവാദ സംഘടനകളുടെയും LTT മുതൽ സകലരുടെയും പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണ് മലേഷ്യ. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കണം. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപായപ്പെടുത്താനുള്ള ഒരു പദ്ധതിയായി ആസിയാൻ ഉച്ചകോടിയെ ആരോ പ്ലാൻ ചെയ്തിരുന്നു എന്ന് ഇന്ത്യ മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ത്യൻ ഏജൻസികൾ മനസ്സിലാക്കിയിരിക്കാം. അതോടൊപ്പം തന്നെ റഷ്യ പറഞ്ഞിരിക്കുന്നു. റഷ്യ വിവരം തരുന്നത് സ്വാഭാവികമാണ്. ഇന്ത്യയുടെ എക്കാലത്തെയും സുഹൃത്താണ് റഷ്യ. പക്ഷേ ഇത്തവണ അതിൻ്റെ കൂടെ ഗോജിയ അൻക്വാൻബു കൂടെയുണ്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു പോറൽ പോലും പറ്റരുത് എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഗോജിയ അൻക്വാൻബു വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആര് വന്നിരിക്കുന്നു? ചൈന വന്നിരിക്കുന്നു. മോദിയെ സംരക്ഷിക്കാൻ ഞങ്ങളുമുണ്ട് എന്ന് ചൈന പറയുന്ന തരത്തിലേക്ക് ജിയോ പൊളിറ്റിക്സ് മാറിയിരിക്കുന്നു. അതൊന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ പങ്കെന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ രാഹുൽ ഗാന്ധി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നരേന്ദ്രമോദി ഇല്ലാതാവണം. ഒരു തർക്കമില്ല. മോദി എന്ന ഈ ഹിമവാനെ പോലെയുള്ള മനുഷ്യൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരിക്കലും തനിക്കൊരു തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ പറ്റില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഇത് മോദിക്ക് നേരെയുള്ള ഇത്തരം ഒരു പ്ലോട്ട് മലേഷ്യയിലാണ് ഒരുങ്ങിയിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അതിന് തൊട്ട് മുമ്പ് സെക്യൂരിറ്റി ഏജൻസികളെ അറിയിക്കാതെ അതിനെ തുടർന്നാണ് CRPF രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പ്രസിഡന്റും കത്തെഴുതിയത്. ഞങ്ങളോട് ആരോടും പറയാതെ രാഹുൽ ഗാന്ധി നിന്ന നിൽപ്പിൽ നാട് വിട്ടുപോകുന്നു എന്ന് പറഞ്ഞ് കത്തെഴുതി കൊടുത്തത്. 213 തവണ ബ്ലൂ ബുക്കിലെ വ്യവസ്ഥകൾ ലംഘിച്ച് രാഹുൽ ഗാന്ധി പോയിരിക്കുന്നു. അപ്പം ആരെയും അറിയിക്കാതെ, സുരക്ഷാ സംവിധാനത്തെ അറിയിക്കാതെ ഈ പ്ലോട്ട് നടന്നു എന്ന് റഷ്യയും ചൈനയും പറയുന്ന മലേഷ്യയിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നത് കേവലം യാദൃശ്ചികമാണ്. അങ്ങനെ പറയാനും പറ്റില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. ട്രംപും പുടിനും കഴിഞ്ഞാൽ പിന്നെ ആരാ? പിന്നെ മോദിയാണ്. ഒരു തർക്കവുമില്ല. നിങ്ങൾക്ക് ആരുടെ പേരുണ്ട് പറയാൻ? ലോകത്തെ ഇന്ന് നയിക്കുന്ന ട്രംപ്, പുടിൻ, ഷീ, ഈ 3 പേര് കഴിഞ്ഞാൽ 4മതൊരു പേര് നരേന്ദ്രമോദി എന്നാണ്. പലപ്പോഴും ഇവരെക്കാൾ മുൻപിലും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് മോദിയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രി അത്രയും വലിയ ഹൈറ്റ്സിലേക്ക് ഉയരുമ്പോൾ അദ്ദേഹത്തെ അപായപ്പെടുത്താനുള്ള നീക്കം അമേരിക്കയുടെ ഒത്താശയോടെ നടക്കുന്നു എന്നത് വല്ലാത്ത ആശങ്ക വർദ്ധിപ്പിക്കുന്നു. നിരന്തരം എത്രാമത്തെ അറ്റംപ്റ്റാണ് അതിന്? നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് അറിഞ്ഞോ അറിയാതെയോ പങ്കുണ്ട് എന്ന് പറയുന്നത് പോലും ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ഏതായാലും കേന്ദ്രം ഇതേക്കുറിച്ച് പഠിക്കുമായിരിക്കും. ഏതായാലും മോദിക്ക് തുണയായിട്ട് റോം മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനുണ്ട് എന്ന് നമ്മൾ അഭിമാനത്തോട് പറയും. ഒരു തരി മണ്ണ് പറ്റി ദേഹത്ത് വീഴാതിരിക്കാൻ ഇന്ത്യയിലെ ജനങ്ങളിലെ മഹാഭൂരിപക്ഷവും മോദിയുടെ കൂടെ. അതോടൊപ്പം നമുക്ക് ആഹ്ലാദിക്കാൻ, ആശ്വസിക്കാൻ ഉള്ള വക എന്ന് പറയുന്നത് FSB എന്ന് പറയുന്ന റഷ്യയുടെ ഏജൻസിയും ചൈനയുടെ ഗോജിയ അൻക്വാൻബുവും ഇപ്പോൾ മോദിയുടെ കാര്യത്തിൽ ഒരുപാട് താല്പര്യം കാണിക്കുന്നു എന്നുള്ളത്, സംരക്ഷണ കവചം തീർക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം നൽകുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.